പെരിയ ഇരട്ടക്കൊലപാതക കേസ് കുറ്റവാളിയെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് CPM ചെയ്തിരിക്കുന്നത്. കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ആഹ്വാനം നൽകുന്ന നേതാക്കളാണ് കുറ്റവാളികൾക്ക് പിന്തുണയുമായി ജയിലിലും വീട്ടിലും എത്തിയത്. CK വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. പൊതുസമൂഹത്തിന് മുന്നിൽ വളരെ മോശമായ ഒരു ചിത്രമാണ് ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലൂടെ ജയിലിന്റെ മുന്നിലൂടെ CPM പുറത്തുവിട്ടതൊക്കെ. പക്ഷേ ഇതല്ലാതെ CPMനെ സംബന്ധിച്ചിടത്തോളം വേറെ വഴികളില്ല. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതക കേസ് അങ്ങേയറ്റത്തെ രാഷ്ട്രീയമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരേ സമയത്ത് അവരെ തള്ളിപ്പറയേണ്ടി വരികയും അതേസമയം തന്നെ അവരെ ന്യായീകരിക്കുകയും സംരക്ഷിക്കേണ്ടിയും വരുന്നു എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ പ്രതിസന്ധിയുണ്ട് ഇപ്പോൾ ഈ പാർട്ടിക്കകത്ത്. കാരണം 14 പേരെ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതും 14 പേരും പാർട്ടി അംഗങ്ങളാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകരാണ്, നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒരു ഘട്ടത്തിൽ തള്ളിപ്പറയുക എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. പിന്നീട് അവർക്ക് സാധ്യമാകുന്നത്, എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം തള്ളിക്കളയാനും പറ്റില്ല, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാനും കഴിയില്ല. കാരണം അത് ഒരു നിയമ സംവിധാനത്തിൻ്റെ ഭാഗത്തിലൂടെ, അന്വേഷണത്തിലൂടെ, കോടതി വിധിയിലൂടെ, വിചാരണയിലൂടെയൊക്കെ തന്നെ ശിക്ഷിക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് ഈ രണ്ട് പ്രവർത്തനങ്ങളും CPMനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നമുക്ക് ഈ സെൻട്രൽ ജയിലിന് മുന്നിൽ കാണുന്നത്. കാരണം P ജയരാജനോട് എത്ര തവണ ചോദിച്ചിട്ടും അദ്ദേഹത്തിന് ഇതിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം താരതമ്യം ചെയ്യുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ, പാർട്ടി പ്രവർത്തകർക്കെതിരെ ബ്രിട്ടീഷ് നിയമത്തിൻ്റെ ഭാഗമായി ചുമത്തപ്പെട്ട കുറ്റങ്ങൾക്ക് ന്യായീകരിച്ചുകൊണ്ടാണ്, അല്ലെ അതുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. മീററ്റ് ഗൂഢാലോചന കേസ് ഉൾപ്പെടെയുള്ള കേസുകളാണ് അദ്ദേഹം ഉദാഹരിക്കുന്നത്. ഇത് അതൊന്നുമല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ നന്നായിട്ട് അറിയാം. പക്ഷേ ന്യായീകരിക്കുകയല്ലാതെ വേറെ പോംവഴിയില്ല. കാരണം അങ്ങനെ ന്യായീകരിച്ചില്ല എങ്കിൽ ഈ പാർട്ടി പ്രവർത്തകർ ജയിലിനകത്ത് വെച്ചോ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന സംഘർഷവും എല്ലാം തന്നെ പാർട്ടിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണേണ്ടത്, ഇന്നിപ്പോൾ ജയിലിൽ പോകുമ്പോൾ അകമഴിഞ്ഞുള്ള പിന്തുണയാണ്. നമുക്കറിയാം TP കേസിലടക്കമുള്ള പ്രതികൾക്ക് അത് കൊടും ക്രിമിനലുകൾ, കൊലയാളികളായിട്ട് കൂടി അവർക്ക് നൽകുന്ന പിന്തുണയും അങ്ങനെ പല രീതിയിലുള്ള ജയിൽ വാസത്തിലൂടെ അടക്കം ഉണ്ടാകുന്ന ഇളവുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ മുൻ MLA അടക്കം ജയിലിലേക്ക് പോകുമ്പോൾ അവർക്ക് അതിനകത്തുണ്ടാകുന്ന പിന്തുണയും അവിടെ ഉണ്ടാകുന്ന ഇളവുകളൊക്കെ തന്നെ വലിയ ആശങ്ക ഇരകളെ സംബന്ധിച്ചോളം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? അങ്ങനെയൊക്കെ നൽകുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ എന്താണ് ഈ ഇത്രയും വിവാദമായ ഒരു ഘട്ടത്തിലും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടേക്കാം പൊതുസമൂഹം എന്ന തോന്നലിൽ പോലും ഇങ്ങനെ പരസ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും പിന്തുണയും മുതിർന്ന നേതാക്കളിൽ നിന്നും എന്തുകൊണ്ടുണ്ടാകുന്നു? CK സ്വാഭാവികമായും അത് ഒരു ന്യായീകരിക്കാവുന്ന കാര്യമല്ല എന്ന് പാർട്ടിക്ക് അറിയാം. പ്രത്യക്ഷത്തിൽ അത്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അതൊരു തെറ്റായ സന്ദേശമാണ് നൽകുക എന്നും അറിയാം. പക്ഷേ അതിൻ്റെ മറുവശം പ്രജീഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വാഭാവികമായും ഇവരെ ഒന്നാകെ പാർട്ടിക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റുമോ? കാരണം ഇവരെല്ലാവരും ജില്ലാ സെക്രട്ടറി അംഗം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അത്തരം പദവികളൊക്കെ വഹിച്ച ഉന്നതരായ നേതാക്കന്മാരുണ്ട്. നിങ്ങളവിടെ ആ ജയിലിൻ്റെ അകത്തേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ മുദ്രാവാക്യം വിളിക്കുകയും, എന്നാൽ ആ ജയിലിനകത്തേക്ക് പോകുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ അവർ ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ വേണ്ടി പുറത്തുനിന്ന് കൈ കാണിക്കുമ്പോൾ പോലും അവരതിനോട് പൂർണ്ണമായും സഹകരിക്കുന്ന ആൾക്കാരല്ല. കാരണം ഇവർ അങ്ങോട്ടാണ് കൈപിടിച്ച് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അതിനോടൊന്നും പൂർണ്ണമായും മാനസികമായി സ്വീകരിക്കാൻ തയ്യാറാവാത്ത ആൾക്കാർ, അല്ലെങ്കിൽ തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലല്ല അവരാരും തന്നെ ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധമുണ്ട്. അതിനകത്ത് പലരും അറിയാതെ പെട്ടുപോയവരാണ് എന്നുള്ള ധാരണ പാർട്ടിക്കകത്ത് തന്നെ ഉള്ള ആൾക്കാർക്കുണ്ട്, ഈ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കുണ്ട്, എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നു, പാർട്ടി സ്വാഭാവികമായും അതിൽ നിന്ന് പൂർണ്ണമായും ഇവരെ തള്ളിപ്പറയാൻ കഴിയില്ല. ഒരു ഭാഗത്ത് തള്ളിപ്പറയുകയും മറുഭാഗത്ത് അവരെ സ്വീകരിക്കേണ്ടിയും വരുന്ന, അല്ലെങ്കിൽ അവർക്ക് അഭിവാദ്യം അർപ്പിക്കേണ്ടിയും വരുന്ന ഒരു പ്രത്യേകമായ സംഘർഷത്തിനകത്താണ് പാർട്ടി ഇപ്പോൾ ഉള്ളത്. അതാണ് CK വിജയൻ. അങ്ങനെ പാർട്ടിക്ക് ഒരു ദ്വിമുഖം കേരളത്തിന് കാണേണ്ടി വരികയാണ്. ജനാധിപത്യ നിയമസംഹിതയോടുള്ള വെല്ലുവിളിയാണിത്, പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണിത്. കുറ്റകൃത്യങ്ങൾ പ്രേരിപ്പിക്കാൻ പാർട്ടി അണികൾക്ക് മറ്റൊരർത്ഥത്തിൽ അങ്ങനെ പച്ചക്കൊടി നൽകുന്നതാണ് മുതിർന്ന പാർട്ടി നേതാക്കളുടെ ഇന്നത്തെ നടപടികൾ എന്നതിൽ സംശയമേയില്ല. CK